തുടർച്ചയായി 5-ാം വർഷവും സിറോ മലബാർ സഭയുടെ മേജർ ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയത്തിൽ ക്രിസ്മസിന് പാതിരാ കുർബാന നടന്നേക്കില്ല. എറണാകുളത്ത് മേജർ ആർച്ച് ബിഷപ്പും പ്രോട്ടോ സിഞ്ചലിസ്റ്റും നടപ്പാക്കിയ സമവായം കത്തീഡ്രൽ ഇടവകയിലെ വിശ്വാസികൾ തള്ളിയതോടെയാണ് പ്രതിസന്ധി കടുത്തത്. കോടതി ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ കത്തീഡ്രലിന് പുറത്ത് പ്രത്യേക പന്തൽ ഒരുക്കി കുർബാന നടത്താനാണ് അതിരൂപത കൂരിയായുടെ ശ്രമം. കോടതി വിധിയുടെ പിൻബലത്തിൽ ഒരു വിഭാഗം പള്ളി പിടിച്ച് അടക്കിയപ്പോൾ മറുവിഭാഗം മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ പുറത്ത് പന്തൽ കെട്ടി കുർബാന നടത്താനുള്ള ശ്രമത്തിലാണ്. സമാധാനത്തിന്റെ സന്ദേശം പകർന്ന ഭൂമിയിൽ പിറവിയെടുത്ത യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയിൽ തന്നെ അസമാധാനത്തിന്റെ വിത്തുകൾ മുളപൊട്ടുമോ? കാത്തിരുന്ന് കാണേണ്ടി വരും. ക്രിസ്മസ് ആകുമ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് അവസാനമാകുന്നില്ല. കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ ഏകീകൃത കുർബാന അനുകൂലികൾ സിറോ മലബാർ സഭയുടെ മേജർ ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയമായ കത്തീഡ്രൽ ബസിലിക്ക കൈയടക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും അതിരൂപത പ്രോട്ടോ സിഞ്ചല്ലൂസായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും നടപ്പാക്കിയ സമവായ കുർബാന നിർദ്ദേശം കത്തീഡ്രൽ ബസിലിക്കയിൽ നടപ്പായില്ല. 1700 ദിവസം അടഞ്ഞുകിടന്നതിനു ശേഷം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഏകീകൃത കുർബാനയും കത്തീഡ്രൽ ബസിലിക്ക വികാരി ജനാഭിമുഖ കുർബാനയും സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നടത്തിയെങ്കിലും കൽദായ വിഭാഗം കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ എല്ലാ കുർബാനകളും തടഞ്ഞു. ഇതോടെ ഡിസംബർ 24-ലെ തിരുപ്പിറവിയുടെ പാതിരാ കുർബാനയ്ക്ക് കത്തീഡ്രൽ ബസിലിക്കയുടെ പുറത്ത് പ്രത്യേകം പന്തൽ തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് മേജർ ആർച്ച് ബിഷപ്പും പ്രോട്ടോ സിഞ്ചല്ലൂസും. എന്നാൽ ഏകീകൃത കുർബാന അല്ലാതെ മറ്റൊരു കുർബാനയും കത്തീഡ്രൽ ബസിലിക്കയിൽ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് മറുവിഭാഗം. കോടതിയുടെ അനുമതിയോടുകൂടി തീർച്ചയായും ഒരു ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ പിതാവ് തയ്യാറായെങ്കിൽ വിശ്വാസ സമൂഹത്തിൻ്റെ കരുത്തുറ്റ പിന്തുണയുണ്ടാകും. പക്ഷെ അത് ഉറപ്പുപകരണം ഏകീകൃത കുർബാനയായിരിക്കണം. കോടതി ഉത്തരവുകളെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു കുർബാനയായിരിക്കരുത്. കാരണം ഞങ്ങൾ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ യാതൊരു പ്രതിസന്ധിയും ഇല്ലെന്നാണ് അതിരൂപത ആത്മായ മുന്നേറ്റം പറയുന്നത്. സമൂഹമായി തിരുപ്പട്ടം നടക്കുമ്പോൾ തിരുപ്പട്ടത്തിന്റെ ചടങ്ങുകൾ എല്ലാ രീതിയിലും നടക്കുമ്പോൾ ജനാഭിമുഖം തന്നെയായിട്ടാണ്. പക്ഷെ അതിന്റെ കുർബാന എന്ന് പറഞ്ഞത് പുതിയ നവവൈദികരുടെ കുർബാന അതാത് ഇടവകളിൽ പുതുവൈദികര പിന്നീടാണ് നടപ്പിക്കുക. അന്നത്തെ കുർബാനയ്ക്ക് നേതൃത്വം നൽകുക മേജർ ആർച്ച് ബിഷപ്പാണ്. അത് ഏകീകൃതമായ രീതിയിലായിരിക്കും. ന്യൂസ് മലയാളം, കൊച്ചി.